ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് ഡയറക്റ്റഡ് ബൈ ഗൗതം വാസുദേവ് മേനോൻ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പടം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടമാണ്, ഒരു മിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ഫീൽ ഗുഡ് മൂവി കണ്ടിരിക്കുന്ന ആ ഒരു വൈബോട് കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റിയ വളരെ നൈസ് ആയിട്ടുള്ള തമാശകളൊക്കെ ഉള്ള ഒരു സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. മമ്മൂട്ടിയാണ് ലീഡ് റോളിൽ വന്നിട്ടുള്ളത്. ഡൊമിനിക് ക്യാരക്ടറിന്റെ പേര് തന്നെയാണ്. ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് നീരജ് രാജനാണ്. സിനിമയുടെ സിനിമാറ്റോഗ്രഫി ആയിട്ടുള്ളത് വിഷ്ണുദേവും അതുപോലെ തന്നെ എഡിറ്റർ ആന്റണിയാണ്. അറിയാലോ, ലെജൻഡറി എഡിറ്ററാണ്. സിനിമയുടെ ടെക്നിക്കലായിട്ടുള്ള സൈഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നല്ല മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം അടിപൊളി. പിന്നെ പടം കണ്ടിരിക്കാൻ തന്നെ വളരെ കളർഫുൾ ആയിട്ടുള്ള വിഷ്വലും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാണുന്ന, അറിയാലോ, ഒരു ഡാർക്ക് ത്രില്ലർ എന്നുള്ള പറയുമ്പോഴത്തേക്ക് അങ്ങനത്തെ ടോണല്ലേ സാധാരണ ഉപയോഗിക്കേണ്ടത്, വളരെ ഡാർക്കായിട്ട് അങ്ങനെയുള്ള മ്യൂസിക് എല്ലാം സാധാരണ നമ്മൾ ഉപയോഗിച്ച് കാണുന്നത്. പക്ഷേ ഇത് വളരെ ലൈറ്റർ ആയിട്ടുള്ള ഒരു പടം, നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ വളരെ കൂളായിട്ടുള്ള ഒരുപാട് തമാശയും കാര്യങ്ങളൊക്കെ ഉള്ള സിനിമയാണിത്. സിറ്റുവേഷൻ തമാശകൾ ഈ സിനിമയിൽ നല്ല രീതിയിൽ തന്നെ വർക്ക് ആയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി വർക്ക് ആയിട്ടുണ്ട് കേട്ടോ. സിറ്റുവേഷൻ കോമഡി ആണെങ്കിലും വെർബൽ ആയിട്ടുള്ള കോമഡികൾ, സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള തമാശകളൊക്കെ സിനിമയിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പോലീസിലുണ്ടായിരുന്ന, പിന്നീട് പോലീസിലെ ജോലിയൊക്കെ വിട്ട് പ്രൈവറ്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു ഡിറ്റക്റ്റീവ് കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്യും. ആ കമ്പനിയിലേക്ക് ജോലിക്കാരനായിട്ടാണ് അവിടെ ഗോകുലിന്റെ കഥാപാത്രം വരുന്നത്. ഈ സിനിമ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഡിറ്റക്റ്റീവ് പടമല്ല എന്ന് ഫസ്റ്റത്തെ സീനിൽ തന്നെ മനസ്സിലാവും. ആദ്യം ഇതിൽ ഈ സിദ്ദീഖിനെ പിടിക്കാൻ പോകുന്നൊരു സീനുണ്ട്, അത് അടിപൊളിയാണ്. അത് പറയുമ്പോൾ തന്നെ ഒക്കെ ചിരി വരും. അതായത് ഈ സിദ്ദിഖ് ഗസ്റ്റ് റോളിൽ വരുന്ന സമയത്ത് അയാൾ ചെയ്ത് വെക്കുന്ന ചില സാധനങ്ങളുണ്ട്. അതുപോലെ ഈ പടത്തില് ഇയാള് ബെഡിൽ കിടന്നിട്ട് ഒരു ഡയലോഗ് പറയുന്നുണ്ട്, എന്നെ പോലെ ചിരിച്ചു മാറ്റിയായിപ്പോ. ഒരു വലിയ ഡയലോഗാണത്. വലിയ ഡയലോഗ് മീൻസ് എന്താണ്, സിനിമാ പ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഓർത്ത് വെക്കുന്ന ഒരു എന്താണ് മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഡയലോഗാണ്. പക്ഷെ അത് ആ സിറ്റുവേഷനിൽ സിദ്ദിഖ് പറയുമ്പോഴത്തേക്ക് നമ്മള് ഒരു ചിരിച്ചു വല്ല ടൈപ്പും. അത് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ പടമല്ല എന്നുള്ളത്. പിന്നീട് ഓരോ കഥാപാത്രങ്ങളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു വരും. മമ്മൂട്ടിയുടെ ആ ഒരു കഥാപാത്രം ഡൊമിനിക്കിന്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഇയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഡൈവേഴ്സി ആണ്. അതുപോലെ തന്നെ ഇയാളുടെ എന്താണ് പ്രൊഫഷണൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് മമ്മൂട്ടി തന്നെയാണ് നരേറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അത് വളരെ തമാശകളൊക്കെ ചേർത്തിട്ടാണ് ഇയാൾ പറയുന്നത്. സോ ഇയാളുടെ ഈ ലൈഫിനോടുള്ള ഒരു അപ്രോച്ച്, ഇയാൾ പൊതുവെ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്ന രീതി, അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അത് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് ലൈഫിനെ കാണാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു കഥാപാത്രമാണ്. പിന്നീടാണ് ഈ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം കയറി വരുന്നത്. ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ആ പേഴ്സ് ആണ് പിന്നീട് അങ്ങോട്ടേക്ക് സിനിമയെ മൊത്തത്തിൽ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. മമ്മൂട്ടിയെയും ഗോകുലിനൊന്നും കൂടാതെ സിദ്ദിഖിനെ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ വിനീത്, ഡാൻസർ വിനീത് ഒരു മെയിൻ കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. വിജയ് ബാബു വരുന്നുണ്ട്. ലെനയാണ് മമ്മൂട്ടിയുടെ എക്സ് വൈഫായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ മറ്റ് ചില കഥാപാത്രങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. സിനിമയിൽ നന്ദിത എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ട് കേട്ടോ. ഈ നന്ദിതയുടെ കഥാപാത്രം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് നല്ല രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഇമോഷണൽ സീന് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതായത് ഈ പായസം താഴിട്ടതിന് ശേഷം കാണിക്കുന്ന ചില പ്രകടനങ്ങളൊക്കെ ഉണ്ട്. അതെനിക്ക് അത്രത്തോളം അങ്ങനെ വർക്കായില്ല. വേറൊരു രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകുമായിരുന്നു. പിന്നീട് ആ ഒരു കഥാപാത്രത്തിന്റെ മിസ്റ്ററി, അവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. അതായത് ഒരു നിഗൂഢത കഥാപാത്രത്തിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നീട് അതിന്റെ ലീഡ് പിടിച്ചു പോകും. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഇന്റർവെൽ വരെയുള്ള ഭാഗം നമുക്ക് വളരെ കൂളായിട്ട് കണ്ടുപോകാം. ഇന്റർവെൽ ബ്ലോക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്റർവെൽ ബ്ലോക്ക് കഴിഞ്ഞിട്ട് പിന്നീട് ഈ ഇൻവെസ്റ്റിഗേഷൻ പടങ്ങളുടെ ഒരു മൂഡ് ചേഞ്ച് ആവുന്ന ഒരു ഭാഗം വരുമല്ലോ. പക്ഷെ മൂഡ് ചേഞ്ച് ആവുന്ന ഭാഗത്തും ഈ സിനിമയുടെ ടോട്ടൽ ഫീലിനൊന്നും ഒരു മാറ്റമില്ല. സിനിമ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതേ ആംബിയൻസിൽ തന്നെയാണ് സിനിമ എൻഡ് ചെയ്യുന്നതും. വല്ലാണ്ട് അങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നില്ല. എന്നാൽ ചില മിസ്റ്ററി ആയിട്ടുള്ള ചില എലമെന്റുകൾ സിനിമയിൽ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാളുടെ ചില മോഡ് ഓഫ് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു കേസിന് അപ്രോച്ച് ചെയ്യുന്ന രീതിയൊക്കെ, അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മമ്മൂട്ടിയെ നമ്മൾ ഈ കണ്ണൂർ സ്ക്വാഡിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇല്ലേ, അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് വളരെ തമാശകളൊക്കെ നിറച്ച് ഇയാള് കേസ് പിടിക്കുന്നതിന്റെ വേറെ രീതിയിലാണ്. ഇയാൾക്ക് കിട്ടുന്ന കേസും അതും അമ്മാതിരി കേസൊക്കെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് സിനിമ കാണുന്ന സമയത്ത് മനസ്സിലാകും. അങ്ങനെ വളരെ കൂളായിട്ട് നമുക്ക് 2.5 മണിക്കൂർ അടിച്ചു പൊളിച്ച് കാണാൻ വേണ്ടി പറ്റിയ വളരെ ലൈറ്റർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ പടമാണ്. സിനിമ തമാശയൊക്കെയാണെന്ന് വെച്ചാൽ ഇതിന്റെ കോർ, അതായത്
ഏറ്റവും എന്താണ് അതിന്റെ സോൾ എന്ന് പറയുന്ന ഭാഗത്തിലൊന്നും അവർ അങ്ങനെ തീരെ കോംപ്രമൈസ് ചെയ്തിട്ടൊന്നുമില്ല. കഥയുടെ കോറ് അതുപോലെ തന്നെ കീപ്പ് ചെയ്യാനും, പക്ഷെ അതിന്റെ ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ തമാശകളൊക്കെ നിറച്ച് എൻജോയബിൾ ആയിട്ട് കളർഫുൾ ആയിട്ട് അവതരിപ്പിക്കാനും ഗൗതം മേനോന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗൗതം മേനോനും ഈ പടത്തിൽ ചെറിയ ഒരു റോളിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. വിനീതിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അപ്പം അദ്ദേഹം ഡാൻസർ ആണെങ്കിൽ പോലും സീരിയസ് ആയിട്ടുള്ള റോൾ ചെയ്യുന്ന സമയത്ത് വിനീത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാറുണ്ട്. ഈ ബാവൂട്ടിയുടെ നാമത്തിൽ എന്നുള്ള പടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. വളരെ വെറൈറ്റി ആയിട്ടുള്ള സാധനം അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പടത്തിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ചെയ്തിട്ടുള്ളത്. വിജയ് ബാബു ആസ് യൂഷ്വൽ നമുക്ക് മുമ്പ് വിജയ് ബാബു ഇങ്ങനെ ചില കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ബോസ് ടൈപ്പ് കഥാപാത്രം നമ്മൾ മുമ്പ് ഒരുപാട് കണ്ടിട്ടുള്ളത് തന്നെയാണ്. അതിൽ വലിയ പുതുമയൊന്നും തോന്നിയില്ല. പിന്നെ ഗോകുൽ സുരേഷും മമ്മൂട്ടിയും തമ്മിലുള്ള ആ ഒരു പെയർ അല്ലെങ്കിൽ ആ ഒരു കെമിസ്ട്രി ഗിവ് ആൻഡ് ടേക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രമാണ്. വിക്കി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഈ വിക്കിയെ മമ്മൂട്ടി ഇന്റർവ്യൂ ചെയ്ത് ജോലിയിലേക്ക് എടുക്കുന്ന ഒരു സാധനമുണ്ട്. അല്ലെങ്കിൽ ജോലിയിലേക്ക് ഇയാൾ ഇങ്ങനെ എടുക്കുമ്പോൾ അതിന് വേണ്ട ചില ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ പിന്നീട് മമ്മൂട്ടി പറയുന്ന ഒരു ഭാഗമുണ്ട്. അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമുക്ക് ചിരി വരും. ചിരിച്ച് കാണാൻ വേണ്ടി പറ്റിയ ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ പടമാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പടമാണ്. ചില മണ്ടന്മാർക്കല്ല ഇതൊരു OTT സ്റ്റഫാണെന്നൊക്കെ തോന്നും. പക്ഷെ OTTയിലും അല്ലാതെ നമുക്ക് തിയേറ്ററിലും ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ തിയേറ്റർ വാച്ച് എന്നിട്ട് പറയുന്നത് വലിയ ബഹളങ്ങളൊക്കെ ആയിട്ടുള്ള വലിയ സ്കെയിലിൽ ചെയ്തിട്ടുള്ള അടിയും കുത്തും വെടിവെപ്പും കത്തിക്കുത്തും ഒന്നും അല്ലാത്ത ഇങ്ങനെയുള്ള സിനിമകളും തിയേറ്ററിൽ വർക്കാവും. കണ്ടുനോക്കാം, ഇൻട്രസ്റ്റിംഗ് കേട്ടോ. ഫാമിലി ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ലൊരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. ഒരുപാട് ചിരിക്കാറുണ്ട്. അതായത് ഈ സിനിമയിലെ തമാശകൾ എൻജോയ് ചെയ്യാനായിട്ട് ഒരു വൈബ് വേണം. അത് ഉള്ള ആൾക്കാർക്ക് ഇത് ശരിക്കും എൻജോയ് വേണ്ടി പറ്റും. അല്ലാത്ത ആൾക്കാരെ കാര്യം നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ രസമാണ് പടം. 2 കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. ഒന്ന് ഷൈൻ ടോം ചാക്കോയുടെ കഥാപാത്രമാണ്. ആ ക്യാരക്ടറിനെ നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് പറ്റിയൊരു കഥാപാത്രം തന്നെയാണ്. വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം മമ്മൂട്ടിയുടെ ലുക്ക് ആൻഡ് ഔട്ട്ഫിറ്റ് ആണ് ഗംഭീരം. സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലല്ല, പിന്നീട് അങ്ങോട്ടേക്ക് മമ്മൂട്ടിയുടെ ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നല്ല കോസ്റ്റ്യൂമാണ്, നല്ല ഹെയർ കട്ടും ബിയേഡും ആയിരുന്നു. മമ്മൂട്ടിയാണല്ലോ, നമുക്കറിയാമല്ലോ, എന്ത് ചെയ്താലും നല്ല അടിപൊളിയായിരിക്കും. പക്ഷെ ഈ സിനിമയിൽ അദ്ദേഹത്തെ പ്ലേസ് ചെയ്തിട്ടുള്ളത് തന്നെ വളരെ സുന്ദരനായിട്ടാണ്. ഇതിൽ ഗോകുലിന്റെ കഥാപാത്രം വന്നതിന് ശേഷം ചെറിയൊരു പാട്ട് പോലെ വരുന്നുണ്ട്. ആ പാട്ടിലൊക്കെ അദ്ദേഹത്തിന്റെ ഗെറ്റപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഗൗതം മേനോൻ എന്നുള്ള ആ ഒരു ടൈറ്റിലൊക്കെ വരുന്ന സമയത്ത് മമ്മൂട്ടിയെ നല്ല സുന്ദരനായിട്ട് കാണാൻ വേണ്ടി പറ്റും. പിന്നെ സിനിമയുടെ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിമിലും മമ്മൂട്ടി വരുന്ന ഭാഗങ്ങളിലൊക്കെ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ മമ്മൂട്ടിയുടെ ഒരു വരവുണ്ട്, കിടിലം. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു ഫീൽ ഗുഡ് ഇൻവെസ്റ്റിഗേഷൻ പടമാണ് നമ്മുടെ ഗൗതം മേനോന്റെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്.